ഹലോ, ഞങ്ങളൊരു സാധനമായിട്ടാ വന്നേക്കുന്നത്. എന്താണെന്നല്ലേ, സ്ട്രോബെറി ആണ് കേട്ടോ. അത് പൊന്നൂട്ടനെ ഒരു കടയിൽ പോയപ്പോൾ സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അവൻ ഇതുവരെ സ്ട്രോബെറി കഴിച്ചിട്ടില്ല, പക്ഷേ സ്ട്രോബെറി എന്താണെന്നൊക്കെ അവൻ അറിയാട്ടാ. അപ്പോൾ ഞാൻ മേടിച്ചു കൊടുത്താണ് അവൻ തിന്നുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര പുളിയുള്ള സ്ട്രോബെറി അവൻ കടിച്ചിട്ട് അതേപോലെ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെ വൈറലായിട്ടുള്ള സാധനം ഉണ്ടല്ലോ, നമുക്ക് ഈ ചോക്ലേറ്റ് ഇങ്ങനെ മുകളിൽ ഒഴിക്കുന്ന, ലണ്ടനിലൊക്കെ പോയിട്ട് നമുക്ക് എന്തായാലും ഇത് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞു. എന്തായാലും ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. പൊന്നൂട്ടൻ്റെ വിചാരം എന്താ വെച്ചാൽ സ്ട്രോബെറി ഐസ്ക്രീം പോലെ മധുരമാണ് ഈ സ്ട്രോബെറി എന്നാണ്. ആ ടൈം എന്നോട് ചോദിക്കണുണ്ട്, എന്താ ഐസ്ക്രീം പോലെ മധുരമില്ലാത്ത സ്ട്രോബെറി എന്ന്. അവൻ്റെ വിചാരം സ്ട്രോബെറി അങ്ങനെ ഇട്ടിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു അതിൽ ഓരോന്ന് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൻ കഴിച്ചില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു വെറുതെ ഇരിക്കല്, ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കിയതാട്ടോ. അതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ നട്ട് സ്പ്രെഡ് ഉണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ, അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമായി പോയിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ. എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ കഴിച്ച് നോക്കാനായിട്ട് കഴിച്ചു വിട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നല്ല പുളി ഉള്ളതുകൊണ്ടേ ആ പുളി മധുരം കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊന്നൂട്ടന് കൊടുത്തപ്പോൾ അവൻ കഴിച്ചില്ല. കാരണം അവൻ ഒരു സാധനം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ അവൻ അത് കഴിക്കില്ല. അവൻ പുളി ഉണ്ടെന്നുകൊണ്ട് കഴിച്ചില്ല കേട്ടോ. ഇതിന് ഓൾറെഡി ഞാൻ വോയിസൊക്കെ അതിൽ തന്നെ കൊടുത്തത്, കൊള്ളൂല്ലാണ്ടായപ്പോഴാട്ടെ ഞാൻ പിന്നെ വോയിസ് കൊടുത്തത്.